ഈ കേസിൽ ചില അപ്ഡേഷനുകൾ കൂടി വന്നിട്ടുണ്ട്. ഇപ്പോൾ അറസ്റ്റിലായവരുടെ എണ്ണം 20 ആയിരിക്കുന്നു. രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം 7 ആയിരിക്കുന്നു. നവവരനും അറസ്റ്റിൽ. അടുത്ത ദിവസം വിവാഹം നിശ്ചയിച്ച നവവരനും കേസിൽ പ്രതിയായിട്ടുണ്ട്. 3 ഓട്ടോ തൊഴിലാളികൾ പ്രതികളായിട്ടുണ്ട്. വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. അടിയന്തരമായ റിപ്പോർട്ട് നൽകാൻ SP-യോട് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇത് പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് പോലീസിൻ്റെ തന്നെ ഒരു വാർത്താക്കുറിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. അതിൽ പറയുന്നത് 13 വയസ്സുള്ളപ്പോൾ ഈ പെൺകുട്ടിയുടെ ആൺ സുഹൃത്ത് സുബിൻ മൊബൈൽ ഫോണിലൂടെ അശ്ലീല സന്ദേശങ്ങളും ചിത്രങ്ങളും അയച്ചു കൊടുക്കുകയും കുട്ടിയുടെ നഗ്നചിത്രങ്ങളും ദൃശ്യങ്ങളും ലഭ്യമാക്കുകയും ചെയ്തു. തുടർന്ന് കുട്ടിക്ക് 16 വയസ്സായപ്പോൾ ബൈക്കിൽ കയറ്റി വീടിന് സമീപത്തുള്ള അച്ഛൻ കോട്ടുമലയിൽ എത്തിച്ച് ആൾതാമസമില്ലാത്ത ഭാഗത്ത് റബ്ബർ തോട്ടത്തിൽ വെച്ച് ബലാത്സംഗം ചെയ്യുകയായിരുന്നു. ഇതിൻ്റെ ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തുകയും ചെയ്തു. പിന്നീട് മറ്റൊരു ദിവസം പുലർച്ചെ 2 മണിക്ക് ശേഷം കുട്ടിയുടെ വീടിനടുത്ത് റോഡ് വക്കിലെ ഷെഡിൽ വെച്ച് പീഡിപ്പിച്ചു. പിന്നീട് കൂട്ടുകാരായ മറ്റ് പ്രതികൾക്ക് കാഴ്ചവെക്കുകയായിരുന്നു എന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. ഇവർ സംഘം ചേർന്ന് അച്ഛൻ കൊട്ടുമലയിലെത്തിച്ച് കൂട്ടബലാത്സംഗത്തിന് വിധേയമാക്കിയതായും ഈ കുട്ടി മൊഴിയിൽ പറയുന്നു. നോക്കൂ, എത്ര ക്രൂരമായിട്ടാണ് ഈ കുട്ടി പീഡനത്തിന് ഇരയായിരിക്കുന്നത്. ഡോക്ടർ പ്രമീള ദേവി സംസ്ഥാന വനിതാ കമ്മീഷനിൽ നേരത്തെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ വനിതാ കമ്മീഷൻ ഈ കേസിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇതിനൊരു അറുതി ഉണ്ടാവുന്നില്ലല്ലോ ഡോക്ടർ പ്രമീള ദേവി. ഇത്തരം ഒരു കേസ് വരുന്ന സമയത്ത് അത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നു. പക്ഷേ ഇത് വ്യത്യസ്തമാണ്. 64 പ്രതികളാണ് ഇപ്പോൾ ഉള്ളത്. പ്രതികളുടെ എണ്ണം കൂടാം. 64 പ്രതികളാണ് ഈ കേസിൽ ഉള്ളത് എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ശ്രീ അനിൽ, എനിക്ക് പറയാനുള്ളത്, കേരളം പല മേഖലകളിലും വളരെ ഉയരത്തിലാണ്. കേരളം മറ്റ് ഭാരതീയ സംസ്ഥാനങ്ങളെക്കാൾ വളരെ മേന്മയുള്ളതാണ് എന്ന് നമ്മളൊക്കെ നിരന്തരമായി പറയാറുണ്ട്. ഈ ചിന്ത, കേരളത്തിന്റെ സുപ്പീരിയോറിറ്റിയെ കുറിച്ചുള്ള ചിന്ത നമുക്ക് വല്ലാതെ തലയ്ക്ക് പിടിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ പഴയ കാലം മുതൽ, തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കാലം മുതൽ, അതിനുശേഷം മിഷണറിമാരുടെ ശ്രമഫലമായും ഒക്കെ ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉയർന്നു വരികയും വിദ്യാസമ്പന്നമായ ഒരു ജനസമൂഹം ഉണ്ടാവുകയും ചെയ്തു എന്നത് വാസ്തവമാണ്. പക്ഷെ നാം നേടുന്ന ഈ വിദ്യാഭ്യാസം നമ്മുടെ ലോകവീക്ഷണത്തെ എങ്ങനെ പാകപ്പെടുത്തുന്നു? ചുറ്റുപാടുകളോടുള്ള നമ്മുടെ സമീപനത്തെ നമുക്ക് കിട്ടിയ ഈ ഒരു വിദ്യാഭ്യാസ മേഖലയിലെ മികവ് സഹായിക്കുന്നു എന്ന് നമ്മൾ കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. ഇതൊന്ന്. രണ്ടാമത്, കേരളം മറ്റിന്ത്യൻ സംസ്ഥാനങ്ങളെ പോലല്ല, നമ്പർ 1 ആണ് കേരളം എന്ന് നമ്മുടെ ഭരണാധികാരികൾ നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഏത് മേഖലയിലാണ് കേരളം നമ്പർ 1 ആയിരിക്കുന്നത്? ഉത്തർപ്രദേശ് പോലെയുള്ള ഒറീസയും പോലെയുള്ള സംസ്ഥാനങ്ങൾ ദാരിദ്ര്യം കൊണ്ടും മറ്റ് നിരവധി പ്രശ്നങ്ങൾ കൊണ്ടും വളരെ പിന്നാക്കമായിരുന്നു. ഇപ്പോഴവ പതുക്കെ അവരെ സംബന്ധിച്ചിടത്തോളം ബഹുവേഗത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് കേരളത്തിന്റെ മികവിനെ കുറിച്ച് വാചാലരാകുന്ന ആളുകൾ അറിയേണ്ടതുണ്ട്. രാത്രിയിൽ ഒരു കൂട്ടം വനിതകൾ നഗരത്തിലൂടെ പോലീസ് പ്രൊട്ടക്ഷന്റെ ധൈര്യത്തിൽ ഓടുന്ന വനിതാ വാക്കത്തോൺ സ്ത്രീ സുരക്ഷ കേരളത്തെ സൃഷ്ടിച്ചു എന്നാണ് ഭരണാധികാരികൾ അവകാശപ്പെടുന്നത്. അതല്ലെങ്കിൽ ഒരു വനിതാ മതിൽ, തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ ഒരു വനിതാ മതിൽ തീർത്തുകൊണ്ട് നമ്മളൊക്കെ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്ന് അതിലേക്കായി 50 കോടി ഉറുപ്പിക ചെലവഴിച്ചുകൊണ്ട് കേരളത്തിലെ സ്ത്രീകൾ സുരക്ഷിതരായി എന്നവർ പ്രഖ്യാപിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഹണി റോസിനെ പോലെ ഏറ്റവും താരമൂല്യമുള്ള ഒരു വ്യക്തിയുടെ കാര്യത്തിൽ അവർ കൊടുത്ത പരാതിയിന്മേൽ കണ്ണടച്ചു തുറക്കും മുൻപ് നടപടിയെടുത്തു എന്നതിലും കേരളത്തിന്റെ സ്ത്രീ സുരക്ഷാ നിലപാട് എത്രമാത്രം കെട്ടുറപ്പുള്ളതാണെന്ന് വരുത്തി തീർക്കാൻ സർക്കാർ ശ്രമിക്കുന്നു. ഹണി റോസിന് കിട്ടുന്ന ഈ ഒരു ആനുകൂല്യം കേരളത്തിലെ എല്ലാ സ്ത്രീകൾക്കും കിട്ടുന്നുണ്ട്. മ്യൂസിയത്തിന്റെ കോമ്പൗണ്ടിൽ പുലർകാലെ നടക്കാനിറങ്ങിയ ഒരു വനിതയ്ക്ക് നേരെ ആക്രമണം ഉണ്ടാവുകയും അവർ ഈ ആക്രമണകാരിയെ ഓടിച്ചിട്ട് പിടിക്കുകയും ചെയ്ത സംഭവം നമ്മുടെ മനസ്സിലുണ്ട്.
അച്ഛനും അമ്മയ്ക്കുമൊപ്പം ഉറങ്ങാൻ കിടന്ന 3 വയസ്സുകാരിയെ പീഡിപ്പിച്ച സംഭവം നമ്മുടെ മുമ്പിലുണ്ട്. വാളയാർ കേസിൽ 9ഉം 13ഉം വയസ്സായ 2 പെൺകുഞ്ഞുങ്ങളെ വളരെ നിഷ്ഠുരമായി പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയത് അവിടെയുള്ള CWCയുടെ അധ്യക്ഷന്റെ മുതൽ മൗനാനുവാദം അല്ലെങ്കിൽ മൗനമായ സഹായം ലഭിച്ചിട്ടുള്ളവരാണ് എന്നത് അവിടെ നാട്ടിൽ പാട്ടാണ്. ആ കേസ് അന്വേഷിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥന് കേസിൽ കാണിച്ച കൃത്രിമം മൂലം സ്ഥാനക്കയറ്റമാണ് ലഭിച്ചത്. അതെ, ഇതൊക്കെ നടന്നത് നമ്പർ 1 കേരളത്തിലാണ്. അപ്പോൾ പ്രഖ്യാപനങ്ങളിൽ, പരസ്യത്തിൽ സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം കേരളം അന്യൂനമായ ഒരു സ്ഥാനം കൈക്കലാക്കിയിരിക്കുന്നു എന്ന് പറയുന്നതും യാഥാർത്ഥ്യവും തമ്മിൽ എത്ര ധ്രുവദൂരമുണ്ട് എന്നൊന്ന് ആലോചിച്ചു നോക്കുക. ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ, മൈനറായ കുട്ടിയുടെ കാര്യത്തിൽ 13 വയസ്സ് മുതൽ അവൾ അനുഭവിച്ചു പോന്ന മാനസികവും ശാരീരികവുമായ പീഡയെക്കുറിച്ച് നമുക്ക് എന്താണ് കണ്ടെത്താൻ ഇത്രമാത്രം താമസമുണ്ടായത്? സ്കൂളുകളിലൊക്കെ കൗൺസിലേഴ്സ് ഉണ്ടാകണമെന്ന്, പ്രത്യേകിച്ച് പിന്നാക്ക വിഭാഗങ്ങളിലെ കുട്ടികൾക്ക് കൗൺസിലർമാരുടെ സേവനം ലഭ്യമാക്കണമെന്ന് എത്രയോ മുൻപ് തീരുമാനിക്കപ്പെട്ട കാര്യമാണ്. എത്രയോ കോടികൾ ആ ഫണ്ടിലേക്ക് വകയിരുത്തിയിട്ടുണ്ട്. അപ്പോ അതൊക്കെ കേവലം കടലാസ് തീരുമാനങ്ങളും ആഘോഷപൂർവ്വമുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പോലീസിന്റെ റിപ്പോർട്ടിൽ തന്നെ പറയുന്നത്, അതായത് പുലർച്ചെ 2 മണിക്ക് ശേഷം കുട്ടിയുടെ വീടിനടുത്ത് റോഡ് വക്കിലെ ഷെഡിൽ വെച്ച് പീഡിപ്പിച്ചു. അപ്പൊ ഈ കുട്ടി ഒറ്റയ്ക്കാണോ താമസിക്കുന്നത്? ഈ കുട്ടിയുടെ വീട്ടിൽ ആരും ഇല്ലേ? രക്ഷിതാക്കളില്ലേ? ഈ കുട്ടിയെ കയറൂരി വിട്ടിരിക്കുകയാണോ? ഇത് ബാക്കിയുള്ളവരാരും അറിയുന്നില്ലേ? അപ്പോൾ അതിൽ എന്തൊക്കെ ദുരൂഹതകൾ അവശേഷിക്കുകയല്ലേ? തീർച്ചയായും ഇത്തരം കേസുകളിലൊക്കെ നിരവധി ദുരൂഹതകൾ ബാക്കിയുണ്ട്. പുലർച്ചെ 2 മണിക്ക് വീടിനടുത്തുള്ള വെയിറ്റിംഗ് ഷെഡിൽ ഈ കുട്ടി എങ്ങനെ എത്തി? ആരാണ് അവളവിടെ എത്തിച്ചത്? അതിന് അരുനിന്നത് ആരാണ്? അത് പുറത്തു വരുന്നില്ലെന്ന് ഉറപ്പാക്കിയത് ആരാണ്? ഇത്തരം അനേകം ചോദ്യങ്ങൾക്ക് തിരികൊളുത്തുന്നുണ്ട് ഈ സംഭവങ്ങൾ ഓരോന്നും. ഇത് അധ്യാപകരും കൗൺസിലർമാരും സമൂഹവും ജനപ്രതിനിധികളും മാതാപിതാക്കളും ഭരണ സംവിധാനവും ഒക്കെ കൂടി ഒരുക്കിയ ഒരു കെണിയിൽ മറ്റൊരു ഇര കൂടി വീണു എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. നമുക്ക് കൊട്ടിഘോഷിക്കുന്നതിലാണ് താല്പര്യം, നമുക്ക് മാറ്റങ്ങൾ അടിസ്ഥാന തലത്തിൽ വരുത്തുന്നതിലല്ല. ശ്രീമതി ഹണി റോസിന്റെ കാര്യത്തിൽ ഉടനടി നടപടി എടുത്തത് ഇത് നമ്മുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് എന്നോണം ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടിയാണ്. കണ്ടില്ലേ കേരളത്തിലെ സർക്കാരിന്റെ ജാഗ്രത എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിക്കുന്നതിന് വേണ്ടിയാണ് അക്കാര്യത്തിൽ സ്തുത്യർഹമായ ഒരു നിലപാടെടുത്തത്. ദശലക്ഷക്കണക്കിന് സ്ത്രീകൾ, അവരാരും താരങ്ങളല്ല, അവരാരും പ്രശസ്തരല്ല, അവർക്കാർക്കും പണമോ സ്വാധീനമോ മുഖ്യമന്ത്രിയെ എന്നല്ല ഏതെങ്കിലും ഒരു MLA പോലും ചെന്ന് കാണാനുള്ള കഴിവോ പ്രാപ്തിയോ അനുകൂലമായ സംവിധാനങ്ങളോ ഉണ്ടാവില്ല. പക്ഷെ അവരും ഈ രാജ്യത്തെ പൗരന്മാരാണ്, അവരും നമുക്ക് വോട്ട് ചെയ്യുന്നവരാണ് എന്ന് ഭരണാധികാരികൾ ചിന്തിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങളിലും നീതി നടപ്പാക്കാൻ കഴിയണം. ഇക്കഴിഞ്ഞ ദിവസത്തെ പത്രത്തിൽ കണ്ട ഏറ്റവും അശ്ലീലമായ ഒരു വാർത്തയെ കുറിച്ച് മുൻപാരോ പ്രതിപാദിച്ചു, എങ്കിലും ഞാനതൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കൊലക്കുറ്റത്തിന് ഹൈക്കോടതി ശിക്ഷ വിധിച്ച 2 പ്രതികളെ രക്തഹാരങ്ങൾ അണിയിച്ചു വഴിയിലൂടെ ആനയിച്ചു കൊണ്ടുപോകുന്നു. അധികാരപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ, ഉത്തരവാദിത്തപ്പെട്ട പദവികൾ വഹിക്കുന്നവർ അവരെ പോയി കാണുന്നു. എന്ത് സന്ദേശമാണ് കേരളം ഇതിലൂടെ സ്വീകരിക്കേണ്ടത്? നിങ്ങൾ കൊലപാതകയായാലും ശരി, നിങ്ങൾ ബലാത്സംഗ വീരനായാലും ശരി, നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്നാൽ രക്തഹാരത്തിന്റെ സംരക്ഷണം നിങ്ങൾക്ക് കിട്ടും. നിങ്ങളെ ആനയിക്കാൻ ചുവപ്പ് പരവതാനി നിലത്തു നീളെ ഞങ്ങൾ വിരിക്കും. ഇതല്ലേ അതിന്റെ അർത്ഥം? കൊലപാതക കേസിൽ കോടതി ശിക്ഷ വിധിച്ച പ്രതികൾക്ക് കിട്ടേണ്ടുന്ന അനാദരവും അവഗണനയും അവഹേളനവും ഭീഷണിയും വേദനയും ഒന്നുമല്ല ഇപ്പറഞ്ഞവർക്ക് കിട്ടിയത്, സ്വീകരണമാണ്. അവരെന്തോ മഹാത്യാഗികൾ എന്നോണം, അവരെന്തോ സൽപ്രവൃത്തി ചെയ്തവരെന്നോണം സ്വീകരിക്കുന്നു. ഇത് കേരളത്തിലെ കുഞ്ഞു മനസ്സുകളിൽ വരെ ചില പ്രതിഫലനങ്ങൾ, ചില റിപ്പിൾ ഇഫക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പറഞ്ഞ മൈനറായ പെൺകുട്ടിയെ പീഡിപ്പിച്ച മൈനറായ പയ്യനും 16-കാരനും 18-കാരനും ഒക്കെ കിട്ടുന്ന സന്ദേശം കേരളത്തിൽ എല്ലാ കുറ്റവാളികളെയും ഒരേപോലെയല്ല സർക്കാർ നോക്കിക്കാണുന്നത്. കേരളത്തിൽ എല്ലാ കുറ്റകൃത്യങ്ങളിലും ഉള്ള ഇരകൾക്ക്
ഒരേ തരത്തിലുള്ള നീതിയല്ല ലഭ്യമാക്കുന്നത്. നിങ്ങൾക്ക് രക്തഹാരം അണിയിച്ച് സ്വീകരിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്, രക്ത പരവതാനി വിരിച്ച് അതിലൂടെ നടന്നു കയറാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ കണ്ണടച്ചു തുറക്കും മുമ്പ് പോലീസ് അകത്താക്കാനുള്ള സാധ്യതയുമുണ്ട്. ഈ വ്യവസ്ഥയാണ്, ഈ സാമൂഹിക അവസ്ഥയാണ്, ഇത്തരത്തിലുള്ള വളരെ ദുർബലമായ സംവിധാനമാണ് ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയാൻ ഞാൻ തയ്യാറാകുകയാണ്. കേരളത്തിന്റെ മേന്മകളെ പറ്റിയുള്ള വാചാലത തൽക്കാലം നമുക്ക് അവസാനിപ്പിക്കാം. ആവശ്യമില്ലാതെ സ്വയം പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നവർ ഒരിക്കലും സ്വന്തം തെറ്റുകളും കുറവുകളും കാണാൻ ജാഗ്രതയില്ല. ഞാൻ നമ്പർ 1 ആണ് എന്ന് വിശ്വസിച്ചു കൊണ്ടിരുന്നാൽ എനിക്ക് എങ്ങനെയാണ് എന്റെ കുറവുകളെ പറ്റി തിരിച്ചറിവുണ്ടാകുന്നത്? എനിക്ക് തെറ്റുകൾ പറ്റുന്നുണ്ട്, എനിക്ക് കുറവുകൾ ഉണ്ടാകുന്നുണ്ട്. കേരളം ചില കാര്യങ്ങളിൽ നമ്പർ 1 ആണെങ്കിൽ ചില കാര്യങ്ങളിൽ -000 എന്നുകൂടി സമ്മതിക്കാനുള്ള വിവേകം കേരളീയരായ നമുക്കും ഇവിടുത്തെ ഭരണാധികാരികൾക്കും ഉണ്ടാകണമെന്നതാണ് എനിക്ക് പറയാനുള്ളത്. കണ്ണു തുറന്ന് യാഥാർത്ഥ്യബോധത്തോടെ കാര്യങ്ങളെ നോക്കിക്കാണുക. അതോടൊപ്പം ഒരു കാര്യം കൂടി ശ്രീ അനിൽ, കൊച്ചു പ്രായം മുതൽ തന്നെ കുട്ടികൾക്ക് സ്വന്തം ശരീരത്തെ പറ്റിയും സ്വന്തം സുരക്ഷയെ പറ്റിയുമുള്ള വിദ്യാഭ്യാസം കൊടുക്കേണ്ടുന്ന സമയം എന്നേ കഴിഞ്ഞിരിക്കുന്നു. ഇറ്റ്സ് ഹൈ ടൈം വി ഡു ഇറ്റ് നൗ. അത് ഇനിയെങ്കിലും ചെയ്യേണ്ടതുണ്ട് എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു.